ദെൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ചാർജിനെ പറ്റിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊളോയിഡുകൾ ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടായിരിക്കും, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കൊളോയിഡ്സിന് എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂട്രൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ആ കൊളോയിഡുകൾക്ക് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ആരൊക്കെയാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് ഓർ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്? ആരൊക്കെയാണ്? ഒന്ന് ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്, വാട്ടർ മോളിക്യൂൾ അടങ്ങിയിട്ടുള്ള മെറ്റാലിക് ഓക്സൈഡുകൾ ലൈക്ക് Al2O3 XH2O, Cr2O3 XH2O, Fe2O3 XH2O etc. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്. പിന്നെ ബേസിക് ഡൈസ്റ്റഫ്സ്, ബേസിക് സ്വഭാവം കാണിക്കുന്ന ഡൈ കളറുകൾ, ഡൈസ്റ്റഫ്സ്. എക്സാമ്പിൾ മെത്തിലിൻ ബ്ലൂ സോൾ, ഹിമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹിമോഗ്ലോബിൻ, ഇതൊക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. അതേപോലെ ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള ഓക്സൈഡുകൾ പോസിറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ആരൊക്കെയാണ്? മെറ്റൽസ്, കോപ്പർ, സിൽവർ, ഗോൾഡ് സോൾ എക്സെട്ര. മെറ്റലുകൾ കോപ്പർ, സിൽവർ, ഗോൾഡ് പോലെയുള്ള മെറ്റാലിക് സോളുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതേപോലെ മെറ്റാലിക് സൾഫൈഡുകൾ, ആഴ്സനിക് സൾഫൈഡ് സോൾ, കാഡ്മിയം സൾഫൈഡ് സോൾ പോലെയുള്ള മെറ്റാലിക് സൾഫൈഡുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. ദെൻ ആസിഡ് ഡൈസ്റ്റഫ്സ് ലൈക്ക് ഇയോസിൻ, കോങ്കോ റെഡ് സോൾ എക്സെട്ര. ആസിഡ് ഡൈസ്റ്റഫ്സ്, ഇയോസിൻ, കോങ്കോ റെഡ് സോൾ പോലെയുള്ള ആസിഡ് ഡൈസ്റ്റഫുകൾ. പിന്നെ സോൾസ് ഓഫ് സ്റ്റാർച്ച്, ഗമ്മ്, ജലാറ്റിൻ, ക്ലേ എക്സെട്ര. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജ് സോൾ ഏതൊക്കെയാണ്, പോസിറ്റീവ് ചാർജ് സോൾ ഏതൊക്കെയാണെന്ന് ചെറിയൊരു ഐഡിയ നമുക്ക് വേണം. എന്നാലേ നമ്മൾ കൊയാഗുലേഷൻ നടത്തുമ്പോൾ ഏത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർക്ക് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് സോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇവർക്ക് ചാർജ് കിട്ടുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ ഇവർക്ക് ചാർജ് കിട്ടുന്നു? നോക്കുക, ഇവർക്ക് ചാർജ് കിട്ടുന്നത് പ്രിഫറൻഷ്യൽ അഡിസോർപ്ഷൻ ഓഫ് അയോൺ, അതായത് അയോണുകൾക്ക് അഡിസോർപ്ഷൻ സംഭവിക്കുമ്പോഴാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക നോക്കാം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നു. സപ്പോസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, ഇതൊരു ഡിസ്പേഴ്സ്ഡ് ഫേസാണ്. ഇതെന്ത് ചെയ്യുന്നു? പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷൻ എന്നുള്ള ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യാണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പ്ലസ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സിൽവർ അയഡൈഡ് പ്രസിപ്പിറ്റേറ്റ്സ്. അവിടെ ആരാ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? സിൽവർ അയഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ സിൽവർ അയഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയമായിട്ട് എടുക്കുന്നത് പൊട്ടാസ്യം അയഡൈഡാണ്. ഡിസ്പേർഷൻ മീഡിയം പൊട്ടാസ്യം അയഡൈഡ്. അപ്പോൾ ഈ ഡിസ്പേർഷൻ മീഡിയത്തിലും പ്രസിപ്പിറ്റേറ്റിലും കോമൺ ആയിട്ടുള്ള അയോൺ ഏതാ നോക്കാം. അല്ല, ഇതിലും ഒരു അയഡിൻ ഉണ്ട്, ഇതിലും അയഡിൻ ഉണ്ട്. നമുക്ക് Ki എന്നുള്ളതാണ്. അപ്പോൾ K പ്ലസും I മൈനസും ആയിട്ടാണ് വരിക. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിലും പ്രസിപ്പിറ്റേറ്റിലും കോമൺ ആയിട്ടുള്ള അയോണിനെ ഇതെന്ത് ചെയ്യുന്നു? അഡിസോർബ് ചെയ്യുന്നു. അപ്പോൾ ആരെയാണ് അഡിസോർബ് ചെയ്യുക? I മൈനസിന് അഡിസോർബ് ചെയ്യും. അപ്പോൾ AgI ബാർ I മൈനസ് എന്നുള്ളത് കിട്ടും. ഇതൊരു കൊളോയിഡാണ്. AgI ബാർ I മൈനസ്. ഇപ്പോൾ ഇത് ഏത് ചാർജുള്ള കൊളോയിഡായി? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായി. അപ്പോൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യുന്നു? അഡിസോർബ്. ആരഡിസോർബ് ചെയ്യുക? കോമൺ അയോൺ ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിലും പ്രസിപ്പിറ്റേറ്റിലും കോമൺ ആയിട്ടുള്ള അയോണിനെ പ്രസിപ്പിറ്റേറ്റ് അഡിസോർബ് ചെയ്യുന്നു.
അപ്പോൾ നമുക്കിവിടെ കിട്ടി ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ഇവിടെ ഫോം ചെയ്തു. ഇനി അതേപോലെ പോസിറ്റീവ് ചാർജ് കൊളോയിഡ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതിന് നേരെ റിവേഴ്സ് എടുക്കാം. പൊട്ടാസ്യം അയഡൈഡ് എവിടേക്ക് ആഡ് ചെയ്യാം? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ AgNO3 സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴും അവിടെ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഏത് തന്നെയാണ്? AgI. സിൽവർ അയഡൈഡ് എന്നുള്ള പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ് കിട്ടുക. ഇനി പറയൂ, പ്രസിപ്പിറ്റേറ്റിലും ഡിസ്പേർഷൻ മീഡിയത്തിലും കോമൺ ആയിട്ട് ആരാണ്ടാവുക? AgNO3 എന്ന് പറഞ്ഞാൽ Ag+ഉം NO3- ആണ്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റിലും ഡിസ്പേർഷൻ മീഡിയത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? Ag+ ഉണ്ടാകും. രണ്ടിലുള്ളത് Ag ആണ്. അപ്പോൾ ഇവിടെ Ag+ ആയിട്ടാണ് കാണുക. അപ്പോൾ AgI ബാർ Ag+. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്തു? പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡ് ഫോം ചെയ്തു. അപ്പോൾ കൊളോയിഡുകൾക്ക് ചാർജ് കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ പ്രിഫറൻഷ്യൽ അഡിസോർപ്ഷൻ ഓഫ് അയോൺ. അയോണിനെ അഡിസോർബ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യൽ? പ്രസിപ്പിറ്റേറ്റ് അല്ലേ, ഇവിടെ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ആ പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള വസ്തു അതെന്ത് ചെയ്യുന്നു? ഡിസ്പേർഷൻ മീഡിയത്തിലും അതിലും കോമൺ ആയിട്ടുള്ളൊരു വസ്തുവിനെ സാധാരണ അഡിസോർബ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അഡിസോർബ് ചെയ്യപ്പെടുന്ന അയോണിന് ഏത് ചാർജാണോ അതിൻ്റെ ചാർജായിട്ടാണ് ആ കൊളോയിഡിന് കിട്ടുക. അതാണ് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളുകൾക്ക് ചാർജ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിളുകൾക്ക് എങ്ങനെയാണ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും റിയാക്ട് ചെയ്യുമ്പോൾ AgI ബാർ I- അങ്ങനെ കിട്ടി. ഇനി ഇപ്പോൾ AgI ബാർ I- എന്നുള്ള ഒരു നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്കിൾ ചെയ്യണത്, അത് ഈ I- ചെയ്യണത് അതിൻ്റെ കൂടെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ആരാണ് ഉണ്ടായിരുന്നു നോക്കും അല്ലേ. ഇവിടുന്ന് I- കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കി ഉണ്ടായിരുന്നത്? K+ അല്ലേ. ആ K+ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. ആ K+നും കൂടെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി? AgI ബാർ I- K+ എന്ന് കിട്ടി. AgI ബാർ I- K+ എന്ന് കിട്ടി. ഇവിടെ ആദ്യം നമുക്ക് കിട്ടിയ ഇത് ഒരു ലെയർ. ഈ ലെയറിനെ സാധാരണ ഫിക്സഡ് ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫിക്സഡ് ലെയർ. പിന്നെ രണ്ടാമത് അഡിസോർബ് ചെയ്ത K+ എന്നുള്ള അടുത്ത ലെയർ, അതിനെ പറഞ്ഞ പേര് മൊബൈൽ ലെയർ എന്നാണ്. മൂവ് ചെയ്യുന്ന ലെയറാണ്. അപ്പം ഇപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് ലെയർ കിട്ടി അല്ലേ. ഫിക്സഡ് ലെയറും കിട്ടി, അതേപോലെ തന്നെ മൊബൈൽ ലെയറും കിട്ടി. ഈ ഒരു ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ലെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് അറൗണ്ട് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലേ. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഓപ്പോസിറ്റ് ചാർജുള്ള ഈ രണ്ട് ലെയറുകൾ, ഇതിനെ ഒന്നിച്ച് പറഞ്ഞ പേരാണ് ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അപ്പോൾ എന്താണ് ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ? ദ കോമ്പിനേഷൻ ഓഫ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ലെയർ, ദാറ്റ് ഈസ് ദിസ് ഫിക്സഡ് ലെയർ ആൻഡ് ദിസ് മൊബൈൽ ലെയർ. Combination of these two oppositely charged layer around colloidal particle is called Helmholtz electrical double layer. That is called Helmholtz electrical double layer. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിക്സഡ് ലെയറിനും മൊബൈൽ ലെയറിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. There is a potential difference between fixed layer and mobile layer. This potential difference is called zeta potential. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേരാണെന്ത്? zeta potential or electrokinetic potential. Zeta potential or electrokinetic potential. So what is zeta potential? The potential difference between fixed layer and mobile layer is called zeta potential or ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് ഈ ലെയർ ഉണ്ടായി നമുക്കറിയാം. AgI എന്നുള്ളതാണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റ്. അതെന്ത് ചെയ്യുന്നു? ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്നും ഇതിൽ കോമൺ ആയിട്ടുള്ള അയോൺ I- അഡിസോർബ് ചെയ്തു. അങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആയിട്ട് മാറി. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എന്ത് ചെയ്യും? ഈ I- then attract the counter ion in the dispersion medium. ഇതല്ലാതെ ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള മറ്റു K+ എന്ത് ചെയ്തു? അഡിസോർബ് ചെയ്തു.
അപ്പോൾ ഇതൊരു ലെയർ, അത് ഫിക്സഡ് ലെയർ, ഈ ഒരു ലെയർ മൊബൈൽ ലെയർ. ഈ രണ്ട് ലെയറിനും കൂടെ ഒന്നിച്ച് പറഞ്ഞ പേരാണ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. സോ അതിന് നമുക്ക് ആറാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കാം, ഇലക്ട്രോഫോറസിസ്. ആറാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫോറസിസ്. എന്തായിരിക്കും ഇലക്ട്രോഫോറസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇലക്ട്രോഫോറസിസ് അതേപോലെ ഇലക്ട്രോ ഓസ്മോസിസ് രണ്ട് ടേമുകളാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രോഫോറസിസ്, ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോഫോറസിസും ഇലക്ട്രോ ഓസ്മോസിസും. അതായത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൊളോയിഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, നെഗറ്റീവ് ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കുമാണ് മൂവ് ചെയ്യുക. മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ടു ദയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ഇറ്റ് ഈസ് കോൾഡ് electrophoresis. What is electrophoresis? The movement of colloidal particle to their respective electrodes. Positive colloidal particle negative ഇലക്ട്രോഡിലേക്കും, നെഗറ്റീവ് കൊളോയിഡൽ പാർട്ടിക്കിൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്യുക. എപ്പോൾ? വെൻ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. ഇനി നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഇലക്ട്രോഫോറസിസിനെ തടയുകയാണെങ്കിൽ, ഇലക്ട്രോഫോറസിസിനെ നമ്മൾ തടയാം. When electrophoresis is prevented by any means, ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ തടയുകയാണെങ്കിൽ the dispersion medium begin to move in an electric field. ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. സാധാരണ മൂവ് ചെയ്യുക ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ഇനി ആ ഇലക്ട്രോഫോറസിസിനെ തടയുകയാണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ ഓസ്മോസിസ്. അത് വെൻ electrophoresis is prevented by suitable means, the dispersion medium begins to move in an electric field. It is called electro-osmosis. അപ്പോൾ നമ്മൾ ഇലക്ട്രോഫോറസിസ് പഠിച്ചു, അതേപോലെ തന്നെ ഇലക്ട്രോ ഓസ്മോസിസും പഠിച്ചു. ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ടു ദയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. വാട്ട് ഈസ് ഇലക്ട്രോ ഓസ്മോസിസ്? When electrophoresis is prevented by suitable means, the dispersion medium begins to move. That is called electro-osmosis. കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടിയിലെ ലാസ്റ്റ് വൺ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ നടക്കുക, അതിനെയാണ് കൊയാഗുലേഷൻ എന്ന് വിളിക്കുക. പ്രസിപ്പിറ്റേഷൻ്റെ വേറെ പേരാണ് കൊയാഗുലേഷൻ. എന്തായിരിക്കും കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ? The process of settling of colloidal particle is called coagulation or precipitation. കൊളോയിഡൽ പാർട്ടിക്കിളുകൾ സെറ്റിൽ ചെയ്യുക, അടിഞ്ഞുകൂടുക, അതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുക. ഏതൊക്കെ രൂപത്തിൽ കൊയാഗുലേഷൻ നടക്കാം? ഒന്ന്, ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് നമുക്കറിയാം, ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കാണ് കൊളോയിഡ് പോവുക, അല്ലേ? പോസിറ്റീവ് കൊളോയിഡ്സ് ഗോസ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ആ അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? പ്രസിപ്പിറ്റേഷൻ നടക്കാം. രണ്ടാമത്തത് ബൈ മിക്സിംഗ് ഓഫ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡും പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡും തമ്മിൽ മിക്സ് ചെയ്യാം. ഓപ്പോസിറ്റ് ചാർജുകളാണ്, ദേ അട്രാക്ട് ഈച്ച് അതർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ വിൽ ടേക്സ് പ്ലേസ്. ബൈ ബോയിലിംഗ്. തേർഡ് മെത്തേഡ് ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കൊളോയിഡ് ആയാലും അതിൻ്റെ ചാർജ് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു. നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് ആണെങ്കിൽ ആ ചാർജ് അവിടെ നിന്ന് പോകും. ചാർജ് പോയി കഴിഞ്ഞാൽ ന്യൂട്രലായിട്ട് മാറും. ന്യൂട്രലായ വസ്തു വളരെ അൺസ്റ്റേബിളാണ്. അത് ന്യൂട്രലായ കൊളോയിഡ് അൺസ്റ്റേബിളാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേഷൻ നടക്കാം. ദെൻ ബൈ പേഴ്സിസ്റ്റൻ്റ് ഡയാലിസിസ്. ഡയാലിസിസ് തുടർന്ന് ഓൺ പ്രൊലോങ്ഡ് ഡയാലിസിസ്, കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് നടത്തുമ്പോൾ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള അവിടുത്തെ അവസാനത്തെ ഇലക്ട്രോലൈറ്റും പോയി കഴിഞ്ഞാൽ
പിന്നെ അത് ചാർജ്ലെസ് ആയിട്ട് മാറും. തീരെ ഇലക്ട്രോലൈറ്റ് ഇല്ലെങ്കിൽ അത്തരം കൊളോയിഡുകൾ അൺസ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ അതും നേരെ എന്തായിട്ട് മാറും, പ്രസിപ്പിറ്റേറ്റിലേക്ക് വരാം. ലാസ്റ്റ് ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അതായത് പോസിറ്റീവ് ചാർജ് കൊളോയിഡ് ആണെങ്കിൽ അതിനെ കൊയാഗുലേഷൻ നടത്തണമെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. നെഗറ്റീവ് ചാർജ് കൊളോയിഡ് ആണെങ്കിലോ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അതാണ് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ആ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു കൊളോയിഡ് എടുക്കാം. ഇപ്പോൾ സപ്പോസ് ആഴ്സനിക് സൾഫൈഡ് സോൾ അല്ലേ, നമുക്കറിയാം ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ് ആഴ്സനിക് സൾഫൈഡ് സോൾ. ഈ ആഴ്സനിക് സൾഫൈഡ് സോളിനെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ നടത്തണമെങ്കിൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? പോസിറ്റീവ് ഇലക്ട്രോലൈറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴേ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ വരുള്ളൂ, പ്രസിപ്പിറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് 3 ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് Al3+, Mg2+, Na+, 3 ഇലക്ട്രോലൈറ്റ് നമ്മളെടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആഡ് ചെയ്താലാണ് പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടക്കുക? അത് ഒരു റൂളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് ഒരു പ്രത്യേക റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റൂളാണ് ഹാർഡി-ഷൂൾസ് റൂൾ. ഹാർഡി-ഷൂൾസ് റൂൾ. ഹാർഡി-ഷൂൾസ് റൂള് പറയുന്നത് ഇതാണ്: ഒരു ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ വാലൻസി കൂടിയത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊയാഗുലേഷൻ നടക്കും. ദ ഗ്രേറ്റർ ദ വാലൻസ് ഓഫ് ഫ്ലോക്കുലേറ്റിംഗ് അയോൺ ഓർ കൊയാഗുലേറ്റിംഗ് അയോൺ ഓർ ഇലക്ട്രോലൈറ്റ്, greater the valence of electrolyte, greater is the power to cause precipitation. Greater is its power to cause precipitation. The greater the valence of flocculating ion added, flocculating ion അല്ലെങ്കിൽ electrolyte added, the greater is its power to precipitate. Precipitate ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കാണ് ഏറ്റവും കൂടുതൽ precipitation പവർ ഉണ്ടായിരിക്കുക? Al3+. അതിനേക്കാളും കുറവ് Mg2+, ഏറ്റവും കുറവ് Na+. അതെങ്ങനെ ആയാലും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ Al3+, Mg2+ ഒന്നും ഡയറക്റ്റ് തരുമൊന്നുമില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെ തരും: AlCl3യും MgCl2 2 സബ്സ്റ്റൻസ് ഉണ്ട്. നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. എന്ത് ചെയ്യാം? ഏത് ആഡ് ചെയ്താലാണ് പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടക്കാം? നോക്കാം. AlCl3 എന്നുള്ളതിലെ Al എങ്ങനെ കാണാം? Al3+. MgCl2ലോ Mg2+. അപ്പോൾ ആർക്കാ പോസിറ്റീവ് ചാർജ് കൂടുതൽ? Al3+. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് കൊയാഗുലേഷൻ നടക്കും. ഇതാണ് ഹാർഡി-ഷൂൾസ് റൂൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കൊയാഗുലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ഫ്ലോക്കുലേഷൻ വാല്യൂ. ഫ്ലോക്കുലേഷൻ, കൊയാഗുലേഷൻ, പ്രസിപ്പിറ്റേഷൻ ഒക്കെ ഒരേ മീനിങ്ങിലാണ് ഉപയോഗിക്കുക. എന്താണ് ഫ്ലോക്കുലേഷൻ വാല്യൂ? The minimum amount of electrolyte that must be added to 1 liter of a colloidal solution. 1 ലിറ്റർ കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് എന്തിന്? സോ ആസ് ടു ബ്രിങ് അബൌട്ട് കംപ്ലീറ്റ് കൊയാഗുലേഷൻ ഓർ ഫ്ലോക്കുലേഷൻ. കംപ്ലീറ്റ് ആയിട്ട് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ നടത്താൻ നമ്മൾ ആഡ് ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ അളവിനെയാണ് എന്തെന്ന് വിളിക്കുക? ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് വിളിക്കുക. ദ മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു 1 ലിറ്റർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. 1 ലിറ്റർ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയ ഇലക്ട്രോലൈറ്റിൻ്റെ അളവ്. ആ ഏറ്റവും ചുരുങ്ങിയ ഇലക്ട്രോലൈറ്റ് കൊണ്ട് എന്ത് പോസിബിൾ ആവണം? സോ ആസ് ടു ബ്രിങ് അബൌട്ട് കംപ്ലീറ്റ് കൊയാഗുലേഷൻ ഓർ ഫ്ലോക്കുലേഷൻ. കംപ്ലീറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേഷൻ നടക്കണം. ആ മിനിമം എമൗണ്ടിനെ പറഞ്ഞ പേരാണ് ഫ്ലോക്കുലേഷൻ വാല്യൂ ഓർ കൊയാഗുലേഷൻ വാല്യൂ. സ്മോളർ ഈസ് ദ ഫ്ലോക്കുലേഷൻ വാല്യൂ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ ഫ്ലോക്കുലേഷൻ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ ഗ്രേറ്റർ ഈസ് ദ കൊയാഗുലേറ്റിംഗ് പവർ. കൊയാഗുലേറ്റിംഗ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫ്ലോക്കുലേഷൻ വാല്യൂ കുറവാണെങ്കിൽ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. ഇതാണ് ഫ്ലോക്കുലേഷൻ വാല്യൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.
പിന്നെ ആ ഭാഗത്തുള്ളൊരു ടേമാണ് ഗോൾഡ് നമ്പർ എന്ന് പറയും. എന്താണ് ഗോൾഡ് നമ്പർ എന്ന് നോക്കാം. ഗോൾഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോൾ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോൾ. പ്രൊട്ടക്റ്റീവ് സോൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. സാധാരണ ലയോഫിലിക് കൊളോയിഡും ലയോഫോബിക് കൊളോയിഡും ഉണ്ട്. ഈ ലയോഫോബിക് കൊളോയിഡ് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ ലയോഫോബിക് കൊളോയിഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ലയോഫിലിക് ആണെങ്കിലോ കുറച്ചും കൂടെ കൂടുതൽ സ്റ്റേബിളാണ്. അപ്പോൾ ഈ ലയോഫോബിക് കൊളോയിഡിനെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ലയോഫിലിക് കൊളോയിഡ് ഒരു കവറിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ലയോഫോബിക് കൊളോയിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ലയോഫിലിക് കൊളോയിഡ് എന്ത് ചെയ്യും, ഒരു കവറായിട്ട് ഇങ്ങനെ നിൽക്കും. ഏതിൻ്റെ ഒപ്പം, ലയോഫോബിക്കിൻ്റെ ഒരു കവറായിട്ട് ലയോഫിലിക് കൊളോയിഡ് നിൽക്കും. അവ സ്വാഭാവികമായിട്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. ഏതിനെ, ലയോഫോബിക് കൊളോയിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലയോഫിലിക് കൊളോയിഡിനെയാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഗോൾഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോൾ. പ്രൊട്ടക്റ്റീവ് സോളിൻ്റെ അളവാണ്. ദാറ്റ് വിൽ പ്രിവെൻറ്റ് ദ കൊയാഗുലേഷൻ ഓഫ് 10 ml ഓഫ് ഗോൾഡ് സോൾ. 10 ml ഓഫ് ഗോൾഡ് സോൾ on the addition of 1 ml of 10% sodium chloride solution. Gold number is the amount of protective salt. Protective salt amount ആണ്. That will prevent, അത് തടയുന്നു എന്തിന്, the coagulation of 10 ml of gold salt. 10 ml gold salt coagulation എപ്പോൾ, on the addition of 1 ml of 10% sodium chloride solution. 10% 1 ml സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഗോൾഡ് സോളിന് കൊയാഗുലേഷൻ നടക്കും. ആ കൊയാഗുലേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോളാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സ്മോളർ ദ ഗോൾഡ് നമ്പർ ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. ഗോൾഡ് നമ്പർ ചെറുതാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് പവർ കൂടുതലായിരിക്കും. സ്മോളർ ദ ഗോൾഡ് നമ്പർ ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. ഗോൾഡ് നമ്പർ ചെറുതായാൽ പ്രൊട്ടക്റ്റീവ് പവർ വലുതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ സർഫസ് കെമിസ്ട്രി എന്നുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്. അടുത്ത ടോപ്പിക് ഇതാണ്, എമൽഷൻ. എമൽഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊളോയിഡ്സിൻ്റെ ഒരു ടൈപ്പിൽപ്പെട്ടതാണ് എന്ത്, എമൽഷൻ അല്ലേ. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും രണ്ടും ലിക്വിഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എമൽഷൻ. ഒന്നുകിൽ അത് പാർഷ്യലി മിസ്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇമ്മിസ്സിബിൾ ആയിരിക്കണം. അത്തരത്തിലുള്ള ലിക്വിഡ് സിസ്റ്റത്തെയാണ് എമൽഷൻ എന്ന് വിളിക്കുക. ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡാണ്, ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡാണ്. ദെൻ എമൽഷൻ ആർ ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് എമൽഷനാണ് ഉള്ളത്. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ, അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിൽ, ഡിസ്പേർഷൻ മീഡിയം വാട്ടർ. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിൽ, ഡിസ്പേർഷൻ മീഡിയം വാട്ടർ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ. അതിന് എക്സാമ്പിളാണ് മിൽക്ക്, വാനിഷിംഗ് ക്രീം. മിൽക്ക് അതുപോലെ വാനിഷിംഗ് ക്രീമുകളൊക്കെ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ എക്സാമ്പിളാണ്. രണ്ടാമത്തത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻ. ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടർ, ഡിസ്പേർഷൻ മീഡിയം ഓയിൽ. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻ. എക്സാമ്പിൾ ബട്ടർ, ക്രീം, ഇതൊക്കെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻ എക്സാമ്പിളാണ്. പിന്നെ നമുക്കറിയാം ഒരു എമൽഷൻ ഉണ്ടാകുമ്പോൾ ലിക്വിഡും തമ്മിലാണ് കൂടിച്ചേരുക. ആ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന എമൽഷൻ അത്ര സ്റ്റേബിൾ ആവില്ല. ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു തേർഡ് സബ്സ്റ്റൻസിന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തേർഡ് സബ്സ്റ്റൻസിനെ പറഞ്ഞ പേരാണ് എമൾസിഫയിങ് ഏജൻറ്റ്. ആ തേർഡ് സബ്സ്റ്റൻസ് ആണെന്ത്, എമൾസിഫയിങ് ഏജൻറ്റ് ഓർ എമൾസിഫയർ. ഓർ എമൾസിഫയിങ് ഏജൻറ്റ് എന്താണ്, എ തേർഡ് സബ്സ്റ്റൻസ് വിച്ച് ആഡഡ് ടു എമൽഷൻ ഫോർ ഇറ്റ്സ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ വസ്തുവിനെയാണ് എമൾസിഫയിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്.
എമൾസിഫയിങ് ഏജൻറ്റ് നോക്കാം. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൾഷനിൽ സാധാരണ ഉപയോഗിക്കുന്ന എമൾസിഫയിങ് ഏജൻറ്റുകളാണ് പ്രോട്ടീൻസ്, ഗംസ് ആൻഡ് സോപ്പ്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൾഷനിലെ എമൾസിഫയിങ് ഏജൻറ്റുകൾ പ്രോട്ടീന്, ഗമ്മ്, സോപ്പ്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലെ എമൾഷനിലെ എമൾസിഫയിങ് ഏജൻറ്റുകളാണ് ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്, ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്, അതുപോലെ ലോങ് ചെയിൻ ആൽക്കഹോൾ, ലാം ബ്ലാക്ക് എക്സെട്ര. ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്, ലോങ് ചെയിൻ ആൽക്കഹോൾ, ലാം ബ്ലാക്ക് എക്സെട്ര. ദെൻ നമുക്ക് നമ്മളെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് കൊളോയിഡുകളെ പറ്റി നോക്കാം. അല്ലേ, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ആകാശത്തിന് നീല കളർ വരുന്നു എന്നുള്ളത് കൊളോയിഡൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഫോഗ്, മിസ്റ്റ്, റെയിൻ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണ്. മിൽക്ക്, ബട്ടർ, ഹലുവ, ഐസ്ക്രീം, ഫ്രൂട്ട് ജ്യൂസ് എക്സെട്ര ഓർ ആൾ കൊളോയിഡ്സ്. ഇതൊക്കെ എന്താണ്? കൊളോയിഡ്സാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് റിവർ വാട്ടർ. ഇറ്റ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. റിവർ വാട്ടർ, പുഴവെള്ളം, ക്ലേയുടെ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. വെൻ റിവർ വാട്ടർ മീറ്റ്സ് സീ വാട്ടർ, റിവർ വാട്ടർ സീ വാട്ടറുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ദ ഇലക്ട്രോലൈറ്റ്സ് പ്രസൻറ്റ് ഇൻ സീ വാട്ടർ കൊയാഗുലേറ്റ് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. റിവർ വാട്ടർ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്. സീ വാട്ടറിലുള്ള ഇലക്ട്രോലൈറ്റ് പോസിറ്റീവ് ചാർജ്ഡാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു പ്രസിപ്പിറ്റേഷൻ നടക്കും. കൊയാഗുലേറ്റ് ദാറ്റ് വാട്ടർ കൊയാഗുലേറ്റ് ദ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ റിസൾട്ടിങ് ഇറ്റ്സ് ഡെപ്പോസിഷൻ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയതുപോലെ തോന്നും. അതിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് വിളിക്കുക. അതായത് റിവർ വാട്ടർ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. വെൻ റിവർ വാട്ടർ മീറ്റ്സ് സീ വാട്ടർ the electrolytes present in sea water coagulate the colloidal solution of clay resulting in its deposition with the formation of delta. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഡെൽറ്റ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ഒരു കൊളോയിഡാണ്. ഇറ്റ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ആൽബുമിനോയിഡ് സബ്സ്റ്റൻസ്. ആൽബുമിനോയിഡ് സബ്സ്റ്റൻസിൻ്റെ കൊളോയിഡൽ സൊല്യൂഷനാണ് ബ്ലഡ് എന്നുള്ളത്. ബ്ലഡ് ഒരു കൊളോയിഡാണ്. ഫോർമേഷൻ ഓഫ് ഡെൽറ്റ. പിന്നെ അതേപോലെ തന്നെ കൊളോയിഡ്സിൻ്റെ അപ്ലിക്കേഷൻ. കൊളോയിഡ്സിൻ്റെ അപ്ലിക്കേഷനിൽ ഒന്ന് നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ. ആലം ഈസ് ആഡഡ് ടു ഇംപ്യൂർ വാട്ടർ ടു കൊയാഗുലേറ്റ് ദ സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ആൻഡ് മേക്ക് വാട്ടർ ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ആലം ഈസ് എ കൊളോയിഡ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാട്ടറിന് നമുക്ക് പ്യൂരിഫിക്കേഷൻ നടത്താം. അതേപോലെ തന്നെ മെഡിസിൻസ്, മോസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് ആർ കൊളോയിഡൽ ഇൻ നാച്ചർ. കൊളോയിഡൽ മെഡിസിനാണ് അസിമിലേഷൻ വളരെ എളുപ്പത്തിലായിട്ടുള്ളത്. കൊളോയിഡൽ മെഡിസിൻസ് ആർ മോർ എഫക്റ്റീവ് ബിക്കോസ് ദേ ഹാവ് ലാർജ് സർഫസ് ഏരിയ ആൻഡ് ദെർഫോർ ഈസിലി അസിമിലേറ്റഡ്. സാധാരണ ഇപ്പോൾ നമ്മൾ ഐലോഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു ആർഗിറോൾ എന്ന് പറഞ്ഞത് ഒന്നുണ്ട്. ആർഗിറോൾ, ഇറ്റ് ഈസ് എ സിൽവർ സോൾ യൂസ്ഡ് ആസ് ഐലോഷൻ. അതേപോലെ കൊളോയിഡൽ ആൻറ്റിമണി യൂസ്ഡ് ഇൻ ക്യൂറിങ് കലാസർ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഈസ് ആൻ എമൽഷൻ യൂസ്ഡ് ഫോർ അസിഡിറ്റി, ആൻറ്റാസിഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഓഫ് ഫിലിംസ് are prepared by coating emulsion of light sensitive silver bromide in gelatin. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ എന്തുണ്ട്? കൊളോയിഡ്സിന് അപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ ലാറ്റക്സ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ. ലാറ്റക്സ് എന്താണ്? കൊളോയിഡൽ സൊല്യൂഷനാണ്. അവിടെ നിന്നാണ് നമുക്ക് റബ്ബർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ പെയിൻറ്റ്, സിന്തറ്റിക് പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ്, സിമൻറ്റ് എക്സെട്ര, ഇവരൊക്കെ എന്താണ്? കൊളോയിഡൽ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷനുള്ള ഒരു വസ്തുവാണ് കൊളോയിഡ്സ് എന്നുള്ളത്. അത് നമ്മൾ സാധാരണയായിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതും കൂടെയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ കൊളോയിഡ്സ് എന്നുള്ള ഭാഗത്തെ നമ്മൾ കാണാം. ഇതോടുകൂടെ സർഫസ് കെമിസ്ട്രി എന്നുള്ള ഒരു വലിയൊരു ചാപ്റ്റർ എന്ത് ചെയ്തു?
അവസാനിച്ചിട്ടുണ്ട്. 5 മാർക്ക് വരെ ബോർഡ് എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ചാപ്റ്ററിനെ കാണണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.